നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റഷ്യൻ ആസ്ഥാനമായ മോസ്കോയിലെ ക്രോക്കസ് കോംപ്ലക്സിൽ നടന്ന ഭീകരാക്രമണത്തിൽ മരണം 150ആയി. ഭീകരാക്രമണം നടത്തിയ 11 പേരെ കസ്റ്റഡിയിലെടുത്തതായി റഷ്യൻ ഇന്റലിജൻസ് അറിയിച്ചു. ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത് ISS ഗോറസനാണ്. പിടിയിലായ 4 പേർ ഭീകരരാണെന്നും ആക്രമണത്തിൽ നേരിട്ട് പങ്കാളികളായവരാണെന്നും റഷ്യ അറിയിച്ചു. സിറിയയിൽ അടക്കം പുടിൻ നടത്തുന്ന സൈനിക ഇടപെടൽ ISK ഭീകരരെ ചൊടിപ്പിച്ചിരുന്നുവെന്നും ഇതിനുള്ള മറുപടിയായിട്ടാണ് ആക്രമണം നടത്തിയതെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഭീകരർക്ക് യുക്രൈനുമായി ബന്ധപ്പെട്ടതും അയൽ രാജ്യങ്ങളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പിടിയിലായതെന്നും റഷ്യൻ സുരക്ഷാ വിഭാഗം വ്യക്തമാക്കി. പ്രതികളുടെ സംഘത്തിൽപ്പെട്ട ചിലർ റഷ്യ-യുക്രൈൻ അതിർത്തിയിലേക്ക് ഓടിപ്പോയതായി സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചു. മോസ്കോയിലെ ക്രോക്കസ് സിറ്റി ഹാളിനുള്ളിൽ സംഗീത നിശ നടക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു IS ഭീകരാക്രമണം നടന്നത്. സായുധരായ 5 ഭീകരർ ചേർന്ന് നടത്തിയ വെടിവയ്പിൽ 100-ലധികം പേർക്ക് പരിക്കേറ്റതായാണ് വിവരം. യൂറോപ്യൻ യൂണിയൻ, ഫ്രാൻസ്, സ്പെയിൻ, ഇറ്റലി, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഭീകരാക്രമണത്തെ അപലപിച്ചിരുന്നു. 2 ആഴ്ച മുൻപ് ഭീകരാക്രമണം സംബന്ധിച്ച് മുന്നറിയിപ്പ് US എംബസി നൽകിയിരുന്നുവെന്നാണ് റിപ്പോർട്ട്. മോസ്കോയിൽ ആൾക്കൂട്ടം എത്തിച്ചേരുന്ന ഇടങ്ങളെയും സംഗീത പരിപാടികളെയും ഭീകരർ ലക്ഷ്യം വെക്കുന്നതായി അമേരിക്കൻ എംബസി മുന്നറിയിപ്പ് നൽകിയിരുന്നു. റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലുണ്ടായ ഭീകരാക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്നും യുക്രൈൻ അറിയിച്ചു. പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ ഉപദേഷ്ടാവ് മൈക്കാലോ പൊഡാലോക്കാണ് ഇക്കാര്യം അറിയിച്ചത്. അതേസമയം പ്രതികൾക്ക് യുക്രൈനുമായി ബന്ധമുണ്ടെന്ന് റഷ്യയുടെ ഫെഡറൽ സെക്യൂരിറ്റി സർവീസ് വ്യക്തമാക്കി. 2 പ്രതികളെ യുക്രൈനിലേക്ക് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ കാറിൽ പിന്തുടർന്നാണ് പിടികൂടിയതെന്നും റഷ്യ അവകാശപ്പെടുന്നു. സംഭവം അന്വേഷിക്കുകയാണെന്നും യുക്രൈന്റെ പങ്ക് വ്യക്തമായാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കി. അതിനിടെ UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്, ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് തുടങ്ങിയ ലോക നേതാക്കൾ മോസ്കോ ഭീകരാക്രമണത്തെ അപലപിച്ചും ഇരകൾക്ക് അനുശോചനം അറിയിച്ചും രംഗത്തെത്തി. ഭീകരാക്രമണം റഷ്യ-യുക്രൈൻ യുദ്ധത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുമോ എന്ന ആശങ്ക വിദഗ്ധർ പങ്കുവയ്ക്കുന്നുണ്ട്. റഷ്യ ഞെട്ടിച്ച തലസ്ഥാനമായ നഗരമായ മോസ്കോയിലെ ക്രോക്കസ് സിറ്റി ഹാളിൽ വെള്ളിയാഴ്ച രാത്രിയായിരുന്നു ഭീകരാക്രമണം നടന്നത്. സംഗീത പരിപാടിക്കിടെ മുഖംമൂടി ധരിച്ച ആക്രമികൾ കാണികൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. ആക്രമി സംഘത്തിൽ 5 പേരുണ്ടായിരുന്നു. വെടിവെപ്പിന് പിന്നാലെ കെട്ടിടത്തിൽ നിരവധി സ്ഫോടനങ്ങളും നടന്നു. കെട്ടിടത്തിൽ നിന്ന് തീ ഉയരുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. സൈനികരുടേതിന് സമാനമായ വസ്ത്രം ധരിച്ചാണ് ആക്രമികൾ എത്തിയത്. 9000-ഓളം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന കെട്ടിട സമുച്ചയത്തിലായിരുന്നു പരിപാടി നടന്നത്. 6000-ഓളം പേരെ വെടിവെപ്പ് നടക്കുമ്പോൾ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. ഭീകരാക്രമണമാണെന്നാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം സംഭവത്തെ വിശേഷിപ്പിച്ചത്. ഭീകരാക്രമണത്തെ തുടർന്ന് ആഴ്ചയവസാനം നടക്കാനിരുന്ന എല്ലാ പരിപാടികളും റദ്ദാക്കിയതായി മോസ്കോ മേയർ അറിയിച്ചു. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഭീകരാക്രമണത്തെ അപലപിച്ചിരുന്നു. കഴിഞ്ഞൊരു പതിറ്റാണ്ടിനിടെ മോസ്കോയിലുണ്ടായ ഏറ്റവും മാരകമായ ആക്രമണമായിരുന്നു വെള്ളിയാഴ്ചത്തേത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഭീകര സംഘടനയായ IS ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു.